ആർ വി ബാബു, ഈ ജാതിയുടെ പേരിലുള്ള മാറ്റി നിർത്തൽ ബാലു അഭിമുഖീകരിച്ചപ്പോൾ നേരിട്ടപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത് ഈ ദുഷ്ചിന്ത പുലർത്തുന്ന തന്ത്രിമാരെ ആദ്യം നിലയ്ക്ക് നിർത്തുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നാണ്. ശ്രീ സണ്ണി എം കബിക്കാട് ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് കുറ്റം പറയേണ്ടത് തന്ത്രി സമാജത്തെയോ വാര്യർ സമാജത്തെയോ അല്ല, ദേവസ്വം ബോർഡിനെയാണ്. കൊച്ചി ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, സർക്കാരാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ്. പക്ഷേ ഈ കാര്യത്തിൽ പ്രതികരണം നടത്തുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മറ്റൊരു കാര്യം പറഞ്ഞു. ഹിന്ദു ഐക്യത്തിന് തുരങ്കം വയ്ക്കുന്ന കുലം കുത്തികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ്. ഈ വിഷയത്തിൻ്റെ ഒരു സ്വഭാവവും ഇതിൻ്റെ രാഷ്ട്രീയവും ശ്രീ ആർ വി ബാബു എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആദ്യമേ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏത് മേഖലയിലായാലും ജാതിയുടെ പേരിലുള്ള വിവേചനത്തെ ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല. ക്ഷേത്രങ്ങളിലായാലും പ്രത്യേകിച്ച് പാല്യം വിളംബരം ഉണ്ടായ മണ്ണാണ് ഈ കേരളം. അതിന് നേതൃത്വം കൊടുത്തത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരകനായിട്ടുള്ള മാധവ്ജിയാണ്. അപ്പോൾ ജന്മം കൊണ്ട് ആർക്കും ബ്രാഹ്മണനാവുക എന്നുള്ളതല്ല, കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം ആർജിക്കാൻ കഴിയും. അതുകൊണ്ട് കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകുന്ന ആർക്കും ക്ഷേത്രത്തിലെ ഏത് പ്രവൃത്തിയും നിർവഹിക്കുന്നതിന് തടസ്സമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിന് ശേഷം എത്രയോ പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പാല്യം വിളംബരത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാത്ത ഒരു നിലപാടിനും അംഗീകരിക്കാൻ ഹിന്ദു ഐക്യവേദിക്കോ സംഘപരിവാർ സംഘടനകൾക്കോ സാധ്യമല്ല. ജാതിയെ ഈ വിഷയത്തെ ഗോപികൃഷ്ണൻ നമ്മൾ സമീപിക്കുമ്പോൾ ഈ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാത്തിലും നമ്മൾ ഈ ജാതി 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 എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് എത്രമാത്രം ശരിയാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഇപ്പോൾ നമ്മൾ ഈ ജാതിയുടെ പേരിലുള്ള പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ആൾക്കാർ ക്ഷേത്രവിശ്വാസികൾ, ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ, അങ്ങനെ അതാണ് ചരിത്രം. നമുക്ക് വൈക്കം സത്യാഗ്രഹം നയിച്ച ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ 99% ആളുകളും ക്ഷേത്രവിശ്വാസികളായിരുന്നു, ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് വിശ്വസിക്കുകയും ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ള ആളുകളാണ്. വൈക്കം സത്യാഗ്രഹമായാലും ഗുരുവായൂർ സത്യാഗ്രഹമാണ് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടത്തിയ സമരം. വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന സമരമായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തത് ക്ഷേത്രവിശ്വാസികളാണ്. അവർക്ക് ക്ഷേത്രത്തോട് താല്പര്യം ഉണ്ടായിരുന്നു, ക്ഷേത്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഹിന്ദു സമൂഹത്തിന് ഏകീകരണത്തിന് തടസ്സമായി നിൽക്കുന്ന ജാതീയമായ തൊട്ടുകൂടായ്മയും അയിത്തവും അനാചാരവും ഒക്കെ മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കുടൽമാണിക്യം ക്ഷേത്രമായാലും ഏത് ക്ഷേത്രമായാലും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജാതിയുടെ പേരിലുള്ള ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, അതുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇവിടെ പ്രശ്നം ഒന്നാമത്തെ പ്രതി ദേവസ്വം ബോർഡാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കും. ദേവസ്വം ബോർഡ് ആണ് ഈ വിഷയത്തിൽ ഒന്നാം പ്രതി. കാരണം ദേവസ്വം ബോർഡ് സത്യത്തിൽ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ദേവസ്വം ബോർഡ് ജാതിയാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞില്ല. പിന്നീടാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ ചിലർ ജാതിയാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയാൻ തുടങ്ങിയത്. അതായത് തന്ത്രിമാർ ജാതിയുടെ പേരിലാണ്. ഇപ്പോഴും പരസ്യമായ ഒരു പ്രതികരണം ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിമാർ പറഞ്ഞതുകൊണ്ടാണ് ബാലുവിനെ ഓഫീസിലേക്ക് മാറ്റിയത് എന്നൊരു ഔദ്യോഗികമായ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ. അപ്പോൾ ദേവസ്വം ബോർഡ് ഒളിച്ചു കളിക്കുകയാണ്. സത്യത്തിൽ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? അവിടെ ജാതിയുടെ പേരിലുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് തന്ത്രിമാർ ചെയ്ത് തെറ്റാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജാതിയുടെ പേരിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ബാലു കിട്ടിയ മാല സ്വീകരിക്കാൻ ദേവന് ചാർത്താൻ തയ്യാറായില്ല എന്നുള്ളൊരു വാർത്തയുണ്ട്. അത് അങ്ങനെ ഒരു വാർത്ത ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ പാടില്ല, അതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല. പക്ഷെ മറ്റൊരു വശവും കൂടി നമ്മൾ ചർച്ച ചെയ്യണം ഗോപികൃഷ്ണൻ. കാരണം ഓരോ ക്ഷേത്രവും ആ ക്ഷേത്രത്തിൻ്റെ വിശ്വാസവും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കുടൽമാണിക്യം ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അല്ല. അതിൻ്റെ ഇൻട്രോ പറഞ്ഞപ്പോൾ ഗോപികൃഷ്ണൻ അങ്ങനെ പറഞ്ഞു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയാണ്. അല്ല, അത് കുടൽമാണിക്യം ദേവസ്വം സെപ്പറേറ്റ് ദേവസ്വമാണ്. ആ ദേവസ്വം ഉണ്ടായത് തന്നെ കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. അത് യഥാർത്ഥത്തിൽ കൊച്ചി രാജ്യത്ത് തിരുവിതാംകൂറിൻ്റെ ഒരു ക്ഷേത്രമായിട്ടാണ് നിലനിന്നിരുന്നത്. കൊച്ചി രാജ്യത്ത് തിരുവിതാംകൂറിൻ്റെ, അതിന് വേറെ ചരിത്രം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒടുവിൽ തച്ചുടക്കൈമളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ നിന്നാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ആദ്യം കളക്ടറായിരുന്നു അതിൻ്റെ ചെയർമാൻ, പിന്നീട് ഒരു സ്വതന്ത്ര ഗുരുവായൂർ ദേവസ്വം പോലെ സ്വതന്ത്രമായൊരു ദേവസ്വം ഭരിക്കുന്ന സർക്കാർ നിയമിക്കുന്ന ഒരു ദേവസ്വം കമ്മിറ്റിയാണ് നിലവിൽ വരുന്നത്. അപ്പോൾ ഇവിടെ പഴയ കാലം മുതൽ തന്നെ, അതായത് തിരുവിതാംകൂറിൻ്റെ കയ്യിലേക്ക് ക്ഷേത്രം വരുന്നതിന് മുൻപ് തന്നെ ഈ കുടുംബങ്ങൾക്ക് ചില അവകാശങ്ങൾ ആ ക്ഷേത്രത്തിലുണ്ട്. കുടുംബങ്ങൾക്ക് ആ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ പോലെ അവിടെ കൂത്തിനുള്ള അവകാശം ഒരു കുടുംബത്തിനാണ്. ആ അവകാശത്തെ സംബന്ധിച്ചാണ് ഒരു കേസ് പോയത്.
ആ കുടുംബത്തിന് അനുകൂലമായ വിധി ഉണ്ടായത്. അപ്പോൾ അത് ശരിയോ തെറ്റോ അത് വേറൊരു വിഷയം. പക്ഷേ അങ്ങനെയുള്ളൊരു അവകാശം ഈ പറയുന്ന കുടൽമാണിക്യം ക്ഷേത്രത്തിൽ പല കുടുംബങ്ങൾക്കുണ്ട്. കൂത്തിനുള്ള അവകാശമുണ്ട്, കഴകക്കാരനുള്ള അവകാശമുണ്ട്, കാരായ്മയ്ക്കുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇടക്കാലത്ത് ഉണ്ണായി വാര്യർ എന്ന് പറയുന്ന കുടുംബത്തിനാണ് കഴകം ഉണ്ടായിരുന്നത്. ഉണ്ണായി വാര്യരുടെ കുടുംബത്തിലെ കഴകം നിവൃത്തി മുന്നോട്ട് പോകാൻ ആളില്ലാതെ വന്നപ്പോൾ അവർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു പകരം സംവിധാനം ഉണ്ടാവണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടു. പക്ഷെ അത് താൽക്കാലികമായിട്ടുള്ളൊരു സംവിധാനമായിട്ടാണ്, അതൊരു എഴുതി കൊടുത്തൊരു അവകാശമായിട്ടല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൊരു കേസ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുണ്ട്. ഈ അവകാശം ആർക്കാണ്, ദേവസ്വത്തിനാണോ ഞങ്ങൾക്കാണോ എന്നുള്ള കേസ് പോലും ദേവസ്വത്തിലുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ ഞാൻ പറഞ്ഞത്, നമ്മളിതിനെ ജാതിയുടെ പേരിലുള്ള വിവേചനം എന്നൊക്കെ പറഞ്ഞ് അതിനെ വലുതാക്കുന്നത് അത്ര കണ്ട് ശരിയല്ല. ഇതിനെ നമുക്ക് കുറച്ചുകൂടി അവധാനതയോടെ ഈ വിഷയത്തെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അപ്പോഴും ശ്രീ ആർ വി ബാബു, എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ജാതിയുടെ പേരിലുള്ള വിവേചനം അല്ലെങ്കിൽ പിന്നെ അവിടെ നടന്നത് എന്താണ്? അത് ഞാൻ ജാതിയുടെ പേരിലുള്ള വിവേചനമാണോ അല്ലേ എന്നുള്ളത് ദേവസ്വം ബോർഡ് വ്യക്തമാക്കണം. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ജാതിയുടെ പേരിലുള്ള വിവേചനമാണോ, ദേവസ്വം ബോർഡ് കൃത്യമായിട്ട് വ്യക്തമാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് ഈ ജാതിയുടെ പേരിലുള്ള വിവേചനം എടുത്ത തന്ത്രിമാർക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാവണം. നമ്മുടെ നാട്ടിൽ ജാതി ദേവസ്വം ബോർഡ് അത് സമ്മതിക്കില്ലല്ലോ. ഇപ്പൊ അവർ തന്നെ പറഞ്ഞത് തൊഴിലുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങളുടെ ഭാഗമായി ബാലുവിനെ ഓഫീസിലേക്ക് മാറ്റി എന്നാണല്ലോ. ഇപ്പൊ ദേവസ്വം ബോർഡിന് അത് പറയാൻ പറ്റില്ല, കാരണം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നത്. ഒരൊറ്റ സെക്കൻഡ് ശ്രീ ആർ വി ബാബു, ഞാൻ ചോദ്യം ഒന്ന് മുഴുപ്പിക്കാം. അതായത് അവരതൊരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കാര്യത്തിൽ സ്വമേധയാ കേസെടുത്ത് അവരിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരത് സമ്മതിക്കാൻ പോകുന്നില്ല. പക്ഷെ ഫലത്തിൽ എന്താണ്, ഈ വാര്യർ സമാജവും തന്ത്രി സമാജവും എതിർപ്പറിയിക്കുന്നു. എതിർപ്പ് എന്തുകൊണ്ടാണ് എന്നതാണ് ഇതിലെ പ്രശ്നം. പിന്നാക്കക്കാരനായ ഒരാൾ കഴകക്കാരനായി വരുന്നു, അയാൾ കെട്ടിയ മാല ദേവന് ചാർത്തുന്നതിൽ ഇവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു, അവർ നിസ്സഹകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ മാറ്റുന്ന നടപടിയിലേക്ക് കടക്കുന്നു. നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ ഇതാണ്. അങ്ങനെ പറയുമ്പോൾ ജാതി വ്യവസ്ഥയല്ലാതെ, ജാതി വിവേചനമല്ലാതെ മറ്റൊരു കാരണം ഇതിന് പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമുക്കറിയാമല്ലോ, മന്ത്രിയായിരുന്നപ്പോൾ കെ രാധാകൃഷ്ണന് വിളക്ക് കൈമാറേണ്ടി വന്നപ്പോൾ, വിളക്ക് കൊളുത്താനുള്ള ആ കൈവിളക്ക് കൈമാറേണ്ടി വന്നപ്പോൾ അത് താഴെ വെച്ച് എടുത്തോളാൻ പറഞ്ഞ് അദ്ദേഹം അതിന് വിസമ്മതിച്ച ഒരു അനുഭവം നമ്മുടെ മുന്നിൽ. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ശ്രീ ആർ വി ബാബു നമ്മൾ അറിയുന്നതും അറിയാത്തതുമായി ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. കെ രാധാകൃഷ്ണന്റെ സംഭവമൊക്കെ ഒരു നരേറ്റീവാണ് ഗോപീഷൻ. അത് അവിടുത്തെ ആളുകൾ അവിടെ അന്വേഷിച്ചാൽ അറിയാം. അത് ശ്രീകോവിലിൽ നിന്ന് പകർന്നു കൊണ്ടുവന്ന വിളക്ക്, അത് മേൽശാന്തി നേരിട്ട് പകർത്തുന്ന സംവിധാനമാണ് അവിടെ നേരത്തെ ഉള്ളത്. അത് മറ്റാരുടെയും കയ്യിൽ കൊടുക്കാറില്ല. അതിനെ ജാതിയായിട്ട് ഇതെല്ലാം ജാതിയായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട്, ചില താല്പര്യങ്ങളുണ്ട്. ഞാനതാ പറഞ്ഞത്, ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടുത്തെ പ്രശ്നം നോക്കൂ. ഇവിടുത്തെ വിഷയത്തിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞു വാര്യർ സമാജം അല്ലെങ്കിൽ യോഗക്ഷേമ സഭ ചില നിലപാടുകൾ പറഞ്ഞു, അത് ജാതിയുടെ പേരിൽ പറ്റില്ല എന്ന് പറഞ്ഞു. ജാതിയുടെ പേരിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണെന്ന് ഞാൻ പറഞ്ഞത്. അത് കുറ്റകരമാണ്, അതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ അവരുടെ അവകാശവാദം അത് മാത്രമല്ല, അവർ പറയുന്ന ന്യായം. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത് ചില വിവരങ്ങളാണ്. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? ജാതിയാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? അപ്പോൾ മറ്റെന്ത് കാരണം കൊണ്ട് മാറ്റി എന്നുള്ളതിന് വ്യക്തമാക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് ഒരു ക്രമീകരണം നടത്തിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ ഊഹിക്കുകയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ജാതിയാണെന്നൊക്കെ. എന്നാൽ മറുഭാഗത്തൊരു വാദമുണ്ട്. ആ വാദം എന്താണ്? ആ വാദം കാലങ്ങളായിട്ടുള്ള കാരായ്മ അവകാശം ഞങ്ങൾക്കാണ്. ആ അവകാശം ദേവസ്വം ബോർഡ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. ആ അവകാശം തന്ത്രിയുമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. തന്ത്രിയുടെ അവകാശം കവർന്നെടുത്ത് ദേവസ്വം ബോർഡ് ഒരാളെ അങ്ങ് നിയമിക്കുന്നു. അപ്പോൾ അവിടെ ഒരു തൊഴിൽ തർക്കമാണോ ഉള്ളത്? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കും. ഞാൻ അല്ല ശ്രീ ആർ വി ബാബു, താങ്കൾ ആ പറഞ്ഞ ഭാഗം ശരിയാണ്. കാരണം അങ്ങനെ ഒരു ബോധപൂർവമായ ഒരു ശ്രമം ഈ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്ന ആക്ഷേപം അവിടുത്തെ ദേവസ്വം ഭരണസമിതിയിലെ തന്ത്രി പ്രതിനിധി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ അതുമായിട്ടാണ് ഞാൻ ആ വിവരവുമായിട്ട് ഞാൻ ശ്രീ സി കെ വിദ്യാസാഗറിന്റെ അടുത്തേക്ക്. ശ്രീ സി കെ വിദ്യാസാഗർ, ഇത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ.